ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ എന്ന ടോപ്പിക്ക് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മെയിനായിട്ട് ബോർഡ് മാസ് റൂൾ യൂസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ള സാധ്യത. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എന്താണ് ബോർഡ് മാസ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാം അറിയാം. ബോർഡ് മാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേഷൻസ് ഇപ്പോൾ കുറേ നമ്പേഴ്സിനെ നമ്മൾ പല ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ട് അതിനെ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കുറേ നമ്പർ ഇപ്പോൾ 4, 5, 6 എന്നുള്ളതിന് നമ്മൾ പ്ലസ് ചെയ്യുക, മൈനസ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ അറ്റ് എ ടൈം തന്നെ ഒത്തിരി കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത് അറ്റ് എ ടൈം തന്നെ നമുക്ക് പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തോന്നിയ പോലെ അതിനൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ആ ഓർഡറിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ ആ ഓർഡറാണ് എന്തെന്ന് പറയുന്നത് ബോർഡ് മാസ്. അതായത് ഇങ്ങനെ നമ്മൾക്കൊരു കുറേ നമ്പേഴ്സ് തരികയാണെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് മാറ്റിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് അവിടെ ഫസ്റ്റ് 4 കണ്ടു, ഇവിടെ ബ്രാക്കറ്റ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3+4 ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം 3+4 കൊണ്ട് കൂട്ടാൻ പാടില്ല. ബ്രാക്കറ്റ് ഉള്ള സാധനത്തിന് ആദ്യം മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ ഓർഡറിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് മാറ്റുക, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഇതാണ് അത് ചെയ്യുന്നതിൻ്റെ ഓർഡർ. ബ്രാക്കറ്റുകൾ തന്നെ പിന്നെയും പല ഓർഡറിലുണ്ട്. അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ കൂടെ പറയാം. നോക്കാം ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 + 4 / 22 + 6 × 2 കണ്ടല്ലേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇങ്ങനെ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് അതിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 22 + 6 ഉള്ള. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 22 + 6 എന്ന് പറയുന്നത് എത്രയാണ്, അത് 28 ആണ് അല്ലേ. അപ്പോൾ 2 + 4 അപ്പോൾ ഇത് ഈ ബ്രാക്കറ്റ് ചേഞ്ച് ആയി. ഇനി അടുത്തത് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് അല്ലേ. ബ്രാക്കറ്റ് കഴിഞ്ഞു പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇനി അടുത്തത് ഡിവിഷൻ. അപ്പോൾ 4 / 28 എന്ത് വരും, 2 + 4 / 28 × 2 അല്ലേ. അപ്പോൾ ഈ ഡിവിഷൻ ചെയ്ത് എന്ത് കിട്ടും, ഇത് 7 കിട്ടും. 7 4s are 28. അപ്പോൾ ഇത് 2 + 2/7 കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രാക്ഷനും അതുപോലെ ഒരു റിയൽ നമ്പറും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 2 7s are 14. 14 + 2 / 7 എന്നാണ് അതിന് നമുക്ക് കിട്ടുക. അതായത് 16/7 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 of 5 / 5 + 3 ഈ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക, ഇല്ല. പിന്നെ ഓഫ് ഉണ്ടോ നോക്കുക, ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 2 of 5 എന്ന് പറയുമ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 10 / 5 + 3 അല്ലേ. അപ്പോൾ ഓഫ് കഴിഞ്ഞ് പിന്നെ അടുത്ത ഡിവിഷൻ ഉണ്ടോ നോക്കുക, ഡിവിഷൻ ഉണ്ട്. ഇതാണല്ലോ ഡിവിഷൻ. അപ്പോൾ 10:5 എന്ന് പറയുന്നത് എന്താണ്, 10 / 5 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 + 3. അപ്പോൾ എത്ര ആൻസർ കിട്ടുക, 5 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 1/2 × 2/3 / 7/3 + 1/2 എല്ലാം ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ആദ്യം ഇതാണ് നമ്മുടെ ഓർഡർ. ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല, ഓഫ് ഉണ്ടോ ഇല്ല, പിന്നെ ഡിവിഷൻ ഉള്ളത് അല്ലേ. അപ്പോൾ ഡിവിഷൻ ആദ്യം എടുക്കാം. അപ്പോൾ ഇതാണ് ഡിവിഷൻ. അപ്പോൾ 2/3 = 7/3 അല്ലേ. അതിന് നമ്മൾ ഒരു പെട്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുക, ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഉൾട്ടി എടുക്കുക ചെയ്യുക അല്ലേ. അപ്പോൾ 7/3 എന്നുള്ളതിനെ × 3/7, അതായത് ഡിവൈഡ് ബൈ 7/3നെ × 3/7 എന്ന് എഴുതാൻ പറ്റും. ഇത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഈ വാല്യൂ 2/7 ആവും. അപ്പോൾ 1/2 × 2/7 + 1/2 വരും അല്ലേ. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ, നമ്മുടെ ഈ ഒരു ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ, ഉണ്ട്. 1/2 × 2/7. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1/7 + 1/2 എന്ന് കിട്ടും. അതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 9/14 കിട്ടും. എങ്ങനെയാണ്, ഇത് ഇങ്ങോട്ടേക്ക് പോകും അല്ലേ. അപ്പോൾ 2 പ്ലസ് ഇതെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് പോകും. 7 / 2 × 7. ഓക്കെ, 7 + 2 = 9. 2 × 7 = 14. 9/14 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 25 - 20 ഇങ്ങനെ ഇവിടെ പല ബ്രാക്കറ്റുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും അകത്തുള്ളത് ഈ ബ്രാക്കറ്റ്, പിന്നെ അടുത്ത ഓർഡർ ഈ ബ്രാക്കറ്റ്, അത് കഴിഞ്ഞ് പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ സർക്കുലർ ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ്, അതേപോലെ പാരന്തസിസ് അഥവാ റൗണ്ട് ബ്രാക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ റൗണ്ട് ബ്രാക്കറ്റ്,
കേർലി ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്, അതാണ് അതിൻ്റെ ഓർഡർ. അപ്പം ഇങ്ങനെ തന്നിട്ടുള്ളതിൽ ആദ്യം ഈ പറയുന്ന റൗണ്ട് ബ്രാക്കറ്റ് അകത്തുള്ളത് ചെയ്യുക. ഇത് ഈ ഓർഡറിൽ അങ്ങ് ചെയ്താൽ മതി. 7 - 5 എന്ത് കിട്ടും? 2 കിട്ടും. 2 - 3 എന്ത് കിട്ടും? -1 കിട്ടും അല്ലേ? അപ്പോൾ ഈ വാല്യൂ എന്ത് കിട്ടി? -1 കിട്ടി. അപ്പോൾ 25 - 20 - 10 - -1 -1 എന്ത് കിട്ടും? +1 എന്ന് കിട്ടും. അപ്പോൾ 25 - 20 - 10 + 1 10 + 1 11 എന്ന് കിട്ടി. അപ്പോൾ 25 - 20 - 11 ദാറ്റ് ഈസ് 25 - 9 അതാണ് എന്ത് 16 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ബ്രാക്കറ്റുകൾ തന്നെ പല തരത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ഈ ഓർഡർ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും തുടങ്ങേണ്ടത് ഈ റൗണ്ട് ബ്രാക്കറ്റിൽ നിന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ബാക്കിയുള്ളത് ആ ഫ്ലോയിൽ അങ്ങ് വന്നോളൂ കേട്ടോ. അത് ഓർഡറിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അറിഞ്ഞു വെച്ചാൽ നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ 7 + 8 - 3 × 2 ആണ്. നമുക്കറിയാം ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റാണ് നോക്കേണ്ടത്. ബ്രാക്കറ്റിനകത്ത് തന്നെ 2 ചിഹ്നങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ചിഹ്നങ്ങളിൽ ഏതാണ് എടുക്കേണ്ടത്? നമ്മൾക്കറിയാം ബോഡ്മാസിൻ്റെ റൂളിൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോയെന്നാണ് പിന്നെ നോക്കേണ്ടത് അല്ലേ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ 3 × 2 = 6 ആണ്. ഇനി 8 - 6 എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ 7 + 2 = 9 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം 50 - 20 + 30 - 20 - 5 കൊണ്ട് 2-3 ടൈപ്പ് ഓഫ് ബ്രാക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് കേർലി ബ്രാക്കറ്റ് ആണ്, റൗണ്ട് ബ്രാക്കറ്റ് ആണ്. അപ്പോൾ 20 - 5 എന്ന് പറയുമ്പോൾ അത് 15 ആണ് അല്ലേ? അപ്പോൾ 30 - 15 വന്നു അല്ലേ? 30 - 15 ചെയ്യുമ്പോൾ 15 കിട്ടും. 50 - 20 + 15 20 + 15 35, 50 - 35 15. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 18 ÷ 10 - 4 + 32 ÷ 4 + 10 ÷ 2 - 1 കാണുമ്പോൾ കുറച്ച് ടഫായി തോന്നും. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് കുറച്ച് ടഫർ ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ബ്രാക്കറ്റാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് അല്ലേ? അപ്പോൾ 10 ÷ 2 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 4 + 5 - 1 വരും. ഓക്കെ, ബാക്കിയുള്ളത് അങ്ങനെ നിൽക്കുക. 4 ആദ്യം ബ്രാക്കറ്റുള്ളത് ഫുള്ള് നമുക്ക് സോൾവ് ചെയ്തെടുക്കണമല്ലോ, എന്നിട്ടല്ലേ ബാക്കിയുള്ളതൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ 4 + 5 - 1 അപ്പോൾ 4 + 5 എന്ന് പറയുന്നത് 9 9 - 1 അതായത് പ്ലസും മൈനസും ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അങ്ങനെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. അത് ആ ഓർഡറിൽ അഡീഷൻ കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട് അഡീഷൻ ഉള്ളൂ എന്നും നമുക്കത് ഒരു ലാസ്റ്റ് സോൾവ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് പ്ലസ് മൈനസ് ആണ് ഉള്ളതെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അതേ മെത്തേഡിൽ അങ്ങ് ചെയ്ത് പോയാൽ മതി. ഇടയിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരാം. അപ്പോൾ ഇവിടെ 4 + 5 - 1 എന്നുള്ളത് നമുക്ക് 4 + 5 അഡീഷൻ സബ്ട്രാക്ഷൻ. അതല്ലാണ്ട് ഇങ്ങനെ തിരിച്ചു ചെയ്താൽ അങ്ങനെയാണ്. 5 - 1 എന്ന് പറയുമ്പോൾ 4 വരും. 4 + 4 8. അപ്പോൾ രണ്ടായാലും കണക്കാണ് പറയണം. ഓക്കെ, അപ്പോൾ അഡീഷൻ സബ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏതാദ്യം ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അത് മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കിയുള്ള മറ്റേ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 18 ÷ 10 - 4 + 32 ÷ 4 + 5 - 1 പറയുമ്പോൾ ഇതെന്താണ് കിട്ടണത്? 9 - 1 കിട്ടും. അപ്പോൾ 18 ÷ 10 - 4 + 32 ÷ 9 - 1 8 കിട്ടും. അപ്പോൾ ഇനി അടുത്തത് ഈ പറയുന്ന ഡിവിഷൻ ഹരണമാണ് നമ്മൾ നോക്കേണ്ടത്. 32 ÷ 8 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ 18 വേറൊരു ഡിവിഷൻ വരുന്നുണ്ട്. 18 ÷ 10 എന്ന് പറയുന്നത് 1.8 ആണ്. -4 +4 -4 കട്ട് ചെയ്ത് പോകും. ബാക്കി എത്രയുള്ളത്? 1.8 ആണുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 10 - 6 -7 -6 -8 മൈനസ് മാത്രമേ ഉള്ളൂ അല്ലേ? കുറച്ചുകൂടി എളുപ്പമായി നമ്മുടെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ളത് ആദ്യം ചെയ്യും. 6 - 8 എന്ന് പറയുന്നത് എന്താ? 6 - 8 എന്ന് പറയുമ്പോൾ -2 -2 -5 എന്ന് പറയുമ്പോൾ -7 കിട്ടി. ഓക്കെ, അപ്പോൾ 7 - 7 അതെന്താണ്? +7 ആയിട്ട് മാറും. 10 - 6 -7 + 7. ഇനി ഈ ബ്രാക്കറ്റാണ് അടുത്തത് മാറ്റേണ്ടത്. 7ഉം 7ഉം കൂട്ടുക 14 കിട്ടി. അപ്പോൾ 6 - 14 6 - 14 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് 10 - 6 - 14 ചെയ്യുന്ന സമയത്ത് -8 വരും അല്ലേ? അപ്പോൾ 10 - -8 പറയും 10 + 8 അതാണ് എന്ത്? 18. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
അടുത്തത് 6 പ്ലസ് 6 ഇൻറ്റു 6 ഇങ്ങനെ ഒരേ നമ്പറിൻ്റെ തന്നെ വരും. അങ്ങനെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം ബോർഡ് മാസിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 6 ഇൻറ്റു 6 നമ്മൾ ചെയ്യണം. അപ്പോൾ 6 പ്ലസ് 6 ഇൻറ്റു 6 36 മൈനസ് 6. ഇപ്പോൾ പ്ലസ് 6 മൈനസ് 6 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ ആൻസർ ഉള്ളത്? 36. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 5 ഇൻറ്റു 3 മൈനസ് 12 ഡിവൈഡ് ബൈ 4 പ്ലസ് 8. ഓക്കെ, അപ്പോൾ ഇതിൽ ഇതെന്ത് കിട്ടും? 12 ബൈ 4 എന്ന് പറയുന്നത് 3 4 12. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 3 മൈനസ് 3 പ്ലസ് 8 ആണ് നമ്മൾക്ക് കിട്ടിയത് അല്ലേ? അവിടെ 3 3 ഉണ്ടല്ലോ, വേറെ മൈനസ് ചെയ്യല്ലേ, കാരണം ഞാൻ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 5 ഇൻറ്റു 3 ആണ് ചെയ്യേണ്ടത്. 3 5 15 മൈനസ് 3 പ്ലസ് 8. ഇത് നമുക്ക് ഈ ഓർഡറിൽ അങ്ങ് ചെയ്യാം. ഓക്കെ, 15 മൈനസ് 3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 12. 12 പ്ലസ് 8 ചെയ്താൽ എന്ത് കിട്ടും? 20. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് LDC ലെവലിൽ. അതേപോലെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇപ്പോൾ പ്ലസ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് പ്ലസ് ആണ്, മൈനസ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് A ഡിവൈഡ് ബൈ B അല്ലെങ്കിൽ 5 ഡിവൈഡ് ബൈ 6 പ്ലസ് 3 എന്ന് തന്നിട്ട് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാൽക്കുലേഷൻ ചെയ്യേണ്ടത്, പ്ലസ് എന്ന് പറഞ്ഞാൽ വേറൊരു കാൽക്കുലേഷൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് എന്ത് ചെയ്തത് മാറ്റിയാൽ മതി. ഓക്കെ, ഇപ്പോൾ 5 ഡിവൈഡ് ബൈ 6 പ്ലസ് 3 എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മളടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഡിവിഷൻ എന്ന് പറയുന്നത് മൈനസ് ആണ്, പ്ലസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെ എടുത്ത് മാറ്റി എഴുതണം? 5 മൈനസ് 6 ഇൻറ്റു 3 എന്ന് എഴുതിയിട്ട് നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? 3 18. 5 മൈനസ് 18 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 13 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഓക്കെ, പിന്നെ ഈ ചിഹ്നത്തിന് പകരം 5 C 6 A 3 അങ്ങനെ തന്നിട്ട് A എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്, C എന്ന് പറഞ്ഞാൽ ഗുണനമാണ്, ഹരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നാലും എന്ത് ചെയ്യുക? നമ്മൾ അതായത് ഈ സംഖ്യകളുടെ കൂടെ എന്താണോ അവർ പറഞ്ഞിരിക്കുന്ന ചിഹ്നം അത് എടുത്ത് എഴുതിയിട്ട് അതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഒക്കെ ചെയ്യുന്നത് ഒരേ മെത്തേഡാണ്, പല രീതിയിൽ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. താങ്ക് യു.